നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. സാറൊന്നും പറഞ്ഞില്ല. പ്രതിക്ക് സ്റ്റേഷൻ ജാമ്യം തരാൻ പറ്റില്ല. അങ്ങനെ തരാൻ കഴിയുന്ന വകുപ്പുകളല്ല പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ജാമ്യം എടുക്കണമെങ്കിൽ കോടതിയിൽ പോയി എടുക്കേണ്ടി വരും. അങ്ങനെ പറയരുത് സർ. ശരത്ത് നിരപരാധിയാ എന്ന് വക്കീലിന് എങ്ങനെ അറിയാം? ദേവിക ശരത്തും തമ്മിൽ ശത്രുതയില്ല. ശരത്തിന്റെ കല്യാണം മുടക്കുന്നു ദേവിക പലതവണ വെല്ലുവിളിച്ചതോ, അതും പരസ്യമായിട്ട്. അതിനായി കള്ള പരാതി തന്നത്. തന്ന പരാതി കള്ളമാണോ അല്ലയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ഞങ്ങൾ അത് വിശദമായി പഠിച്ചു. അതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് ആരോപണങ്ങളിൽ പലതിലും കഴമ്പുണ്ടെന്നാണ്. ഫാബ്രിക്കേറ്റഡായും തെളിവുണ്ടാക്കാം സർ. അങ്ങനെ ചെയ്തതായിക്കൂടെ? വക്കീലേ, ഇത് പോലീസ് സ്റ്റേഷനാ. ഞങ്ങൾക്ക് ചില രീതികളുണ്ട്. ആ രീതികൾ വെച്ചാ ഞങ്ങൾ ഈ കേസ് തെളിയിക്കുന്നത്. ഞങ്ങൾ കിട്ടുന്ന പരാതി സത്യമാണോ അല്ലയോ എന്നാ ആദ്യം ഞങ്ങൾ നോക്കുന്നത്. അപ്പോൾ കിട്ടുന്ന ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കേസ് പ്രൊസീഡ് ചെയ്യുന്നത്. ഈ കേസിൽ എല്ലാ തെളിവുകളും ശരത്തിനെതിരാണ്. അതാ ശരത്തിനെ പൊക്കിയത്. ഇനിയും കൂടുതൽ എന്തെങ്കിലും പറയണമെങ്കിൽ ശരത്തിനെ ഇൻട്രോഗേറ്റ് ചെയ്യണം. പോലീസ് മുറിയിൽ ചോദ്യം ചെയ്ത് കഴിയുമ്പോഴേക്കും എല്ലാത്തിനും ഒരു വ്യക്തത വരും. അപ്പോ ഞാൻ ഇനി ഇവിടെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ലേ സർ? ഒരു കാര്യമില്ല. നേരം പോകുന്നതല്ലാതെ അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. വക്കീലേ അല്ല. അവര് ശരിക്കും ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്. തൽക്കാലം സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാൻ പറ്റില്ലെന്ന എസ് ഐ പറയുന്ന. സാരമില്ല, കോടതിയിൽ നിന്ന് ജാമ്യം എടുക്കാം. അപ്പൊ എന്നെ കോടതി ഹാജരാക്കൂ? ഹാജരാക്കും. പക്ഷെ പേടിക്കണ്ട, ഞാനുണ്ട്. ഞാൻ ജാമ്യത്തിലെടുത്തോളാം. ധൈര്യമായിട്ടിരിക്കും. ആ ദേവിക എന്റെ കൈ കിട്ടിയാണ്ടല്ലോ കൊന്നുകളഞ്ഞ. അതിനുള്ള അവസരം വരും, അപ്പൊ ചെയ്താൽ മതി. എന്നാ വരട്ടെ ശരത്തെ. ജാമ്യത്തിലുള്ള ഏർപ്പാടുകളൊക്കെ ഞാൻ ചെയ്യാൻ നോക്കട്ടെ. ശരി. ഞാൻ പല വിധത്തിൽ പറഞ്ഞു നോക്കി. എസ് ഐ വഴങ്ങുന്നില്ല. നല്ല കെട്ട് കെട്ടിയിട്ടുണ്ടെന്ന് ഉറപ്പ്. അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും മോളെ? സ്റ്റേഷൻ ജാമ്യം എന്തായാലും പ്രതീക്ഷിക്കണ്ട. ഇനിയിപ്പം കോടതിയിൽ നിന്ന് അത് കിട്ടും. അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞു അല്ലേ മോളെ? അതെ. അറസ്റ്റ് ചെയ്യാൻ അവൻ എന്ത് തെറ്റാ ചെയ്തത്? എല്ലാ സ്വാധീനത്തിന്റെ പുറത്തല്ലേ അമ്മ. ദേവിക മാത്രമല്ലല്ലോ, സിദ്ധും കൂടി കളത്തിലിറങ്ങിയില്ലേ. അപ്പോ ശരത്തിനെ ജയിലിലടയ്ക്കൂ? അതിന് ഞാൻ സമ്മതിക്കൂ. നല്ല സ്ട്രോങ് ബെയിൽ ആപ്ലിക്കേഷൻ തയ്യാറാക്കാൻ ഞാൻ ഏർപ്പാട് ചെയ്തു കഴിഞ്ഞു. ഇവിടെ കിട്ടാത്ത ജാമ്യം നമ്മൾ കോടതിയിൽ നിന്ന് എടുക്കും. അതോർത്ത് നിങ്ങളാരും വിഷമിക്കണ്ട. അമ്മേ, അമ്മേതെങ്ങോട്ടേക്ക്? എനിക്ക് ശരത്തിനെ ഒന്ന് കാണണം. ഈ അവസ്ഥയിൽ അത് വേണോ അമ്മേ? വേണം.